അങ്ങനെ നമ്മുടെ ടാറ്റ പഞ്ച് EV സെക്കൻഡ് സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഏകദേശം 6 മാസം അല്ലെങ്കിൽ 7500 to 8000 കിലോമീറ്ററാണ് സെക്കൻഡ് സർവീസ് ചെയ്യേണ്ടത്. നമ്മുടെ വണ്ടി ഇപ്പോൾ 6 മാസം ആയിട്ടില്ല, ഏകദേശം 5 മാസം ആവാറായിട്ടേ ഉള്ളൂ. കിലോമീറ്റർ 8000 അങ്ങനെ സർവീസ് ചെയ്തു. പക്ഷേ സർവീസ് ചെയ്തപ്പം എനിക്ക് ഏകദേശം 6500 റേഞ്ച് ബില്ലായി. അത് സെക്കൻഡ് ഫ്രീ സർവീസാണ്. പക്ഷേ എങ്ങനെ ഇത്രയും ബില്ല് വന്നു നമുക്കൊന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ സെക്കൻഡ് ഫ്രീ സർവീസിൽ പ്രധാനമായിട്ട് അവർ ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഗിയർ ഓയിൽ മാറുന്നത്, പിന്നെ ഒരു ഫുൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിൽ ഗിയർ ഓയിൽ നമുക്ക് പെയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിൻ്റെ ക്യാഷ് കൊടുക്കേണ്ടി വരും. ഈ ഫുൾ ചെക്കപ്പും അതിനൊക്കെയുള്ള എമൗണ്ട് മാത്രമേ ആവാതിരിക്കത്തുള്ളൂ അതിനകത്ത്. പക്ഷേ നമ്മളിപ്പം ഷോറൂമിൽ ചെന്നപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ചെയ്യിപ്പിച്ചു സർവീസിന് പോയപ്പോൾ. അത് അവർ പറയുന്ന ടോൺ വെച്ച് നോക്കാൻ നമ്മൾ ചെയ്തു പോകും, അതാണ് അവസ്ഥ. അപ്പം അങ്ങനെ എന്തൊക്കെ ചെയ്താണ് ഇത്രയും ബില്ലായി എന്ന് ഇപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. നമുക്കിതിൽ ഫസ്റ്റ് അവർ ഇതിൻ്റെ ഗിയർ ഓയിൽ മാറി. ഗിയർ ഓയിൽ മാറിയപ്പോഴത്തേക്ക് 1350 രൂപയാണ് അതിൻ്റെ ചാർജ് വന്നത്. രണ്ടാമത് അതിന് ഫ്രണ്ട് വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ട്, അതിന് 663 ടാക്സിൽ ഉൾപ്പെടെയുള്ള എമൗണ്ടാണ്. പിന്നെ വീൽ ബാലൻസിങ് 530 രൂപ. ഇത് സംഭവം എൻ്റെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ടയർ ഒന്ന് വെട്ടി തേയുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെ അവർ അലൈൻമെൻറ്റ് നോക്കിയതാണ്. അങ്ങനെ വീൽ ബാലൻസിങ് എല്ലാം റെഡിയാക്കി ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്രീ സർവീസ് എന്ന് കാണിച്ചിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒരു ചെക്കപ്പാണെന്ന് തോന്നുന്നു, അതിന് എമൗണ്ടൊന്നും അവരായിട്ടില്ല. പിന്നെ ഉള്ളത് വിൻഷീൽഡ് ഫ്ലൂയിഡ്, നമ്മളെ വൈപ്പർ വാഷിൽ ഒഴിക്കുന്ന ലിക്വിഡാണ്, അത് 80 രൂപ. പിന്നെ സീറ്റ് പ്രൊട്ടക്ഷൻ കവർ, സംഭവം ഇവർ നമ്മൾ ഈ സർവീസിനെ കൊണ്ടുപോകുമ്പോൾ ഇവരെ കയ്യിലുള്ള ഗ്രീസോ അങ്ങനെയൊന്നും ആവാതിരിക്കേണ്ട ഒരു പ്രൊട്ടക്ഷൻ കവർ അകത്തിടും. അപ്പോൾ അതിന് ചാർജ് ആവുന്നുണ്ട്, 55 രൂപ ചാർജ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉള്ളത് നമ്മുടെ AC വെൻറ്റും അതിൻ്റെ അകത്തുള്ള ക്യാബിനെല്ലാം സാനിറ്റൈസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനെല്ലാം കൂടെ ഒരു 1652. ഇത് ഇത് സെക്കൻഡ് സർവീസ് ചെയ്യുന്നതാണ്, എനിക്ക് വലിയ ഓർമ്മയില്ല. പക്ഷേ ചോദിച്ചു, ഞാൻ പിന്നെ ചെയ്യാൻ പറഞ്ഞു, നല്ല കാര്യമല്ല ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 1652 രൂപ അതിനായി. പിന്നെ ഉള്ളത് നമ്മുടെ എലി ഒന്ന് വണ്ടിയിൽ കയറി ഒയറൊന്നും കട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയുള്ളൊരു പ്രൊട്ടക്ഷൻ ചെയ്തായിരുന്നു, അതിന് 1180 രൂപയാണ് ആയത്. 1180 രൂപ. അതായത് നമ്മുടെ ബോണത്തിനകത്ത് എലി കയറി കൂട് വയ്ക്കാതിരിക്കാനും ഒയർ കട്ടിങ്ങൊന്നും ചെയ്യാതിരിക്കാനും ചെയ്യുന്ന ഒരു കോട്ടിംഗ് ആയിരുന്നു. അത് സ്പ്രേ ടൈപ്പാണ് ചെയ്യുന്നത്, അത് ചെയ്യൂലായിരുന്നു. പക്ഷെ അവർ ഫസ്റ്റ് തന്നെ പറഞ്ഞ കാര്യം, സാറേ അകത്തൊരു കോട്ടിങ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലം അവർ കാണിച്ചു, ഞാൻ അത് കാണിച്ചു തരാം. അതിലൊക്കെ ഒന്ന് എലി കടിച്ച് മുറിക്കാൻ ചാൻസ് ഉണ്ട്, വയറ് കടിച്ചാൽ പിന്നെ വാറണ്ടി കട്ടാവില്ലെന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. എത്ര എണ്ണം കിടക്കുമെന്ന് അറിയത്തില്ല. അതിന് ഏകദേശം 1180 രൂപയായി. പിന്നെ ഉള്ളത് നമ്മുടെ ബാറ്ററി ടെർമിനലിലെല്ലാം കൂടെ ഈ തുരുമ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ സംഭവം ചെയ്തായിരുന്നു, അതിന് 1062 രൂപയായി. അങ്ങനെ ഇത്രയും കാര്യമാണ് ഈ സർവീസ് ചെയ്തത്. അങ്ങനെ മൊത്തം 6574 രൂപ മൊത്തം സർവീസിലായി. പക്ഷേ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1500 രൂപ 1700 ഒക്കെ നിൽക്കും. ഗിയർ ഓയിലിൻ്റെ എമൗണ്ടും ജസ്റ്റ് വാഷിങ്ങിൻ്റെതും അങ്ങനെ എന്തെങ്കിലും ആവാൻ ചാൻസ് ഉള്ളൂ. ഇതിപ്പോൾ ഇത്രയും സംഭവം ഞാൻ ചെയ്തുകൊണ്ടായിരിക്കാം ഇത്ര എമൗണ്ട് വന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്ത 2 കാര്യം ഒന്ന് കാണിച്ചില്ല. ഒന്ന്, ഇതിലിപ്പം ഈ ബാറ്ററിയുടെയൊക്കെ ആ സെല്ലിൻ്റെ നമ്മുടെ സിൽവർ വരുന്ന ബോൾട്ട് വാങ്ങൽ തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടി ഒരു കോട്ടിങ് പോലെ സംഭവം ചെയ്തു, ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അതൊന്ന് കാണിച്ചു. അതാണ്ട് ഇതാണ് ഇവിടെ സാധാരണ സിൽവർ ടൈപ്പാണ്, അവർ ഒരു നീല ലിക്വിഡ് പോലെ സംഭവം തോന്നുന്നു, അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോട്ടിങ്. പിന്നെ നമ്മുടെ ഈ ബോണറ്റ് ലിഡ് തുറക്കുന്ന ബോണറ്റിൻ്റെ ഈ തുറക്കുന്ന ഈ സംഭവത്തിലൊക്കെ അവർ തുരുമ്പാവാതിരിക്കാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ എലിയുടെ കേസ് ഫസ്റ്റ് പറഞ്ഞാണ്ട് ഈ ഒരു ഭാഗമാണ്, ഇവിടെ സ്പോഞ്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ എലിയൊക്കെ കയറി ഈ സ്പോഞ്ചിൽ ആദ്യം കടിക്കും, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അകത്ത് കയറി കൂടൊക്കെ വയ്ക്കുമെന്നൊക്കെ അവർ പറഞ്ഞത്. അപ്പോൾ ആ സംഭവം പേടിക്കാൻ നമ്മൾ ചെയ്തു പോകും. ഇതിലിപ്പോൾ ഒരു ലിക്വിഡ് അവർ അടിച്ചേണ്ടത് നമുക്ക് അറിയാൻ പറ്റും ഈ ഭാഗത്തെല്ലാം, എലി കയറാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങളാണ് എക്സ്ട്രാ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സർവീസിന് പോയപ്പോൾ ഉള്ള ബില്ല് ഇതാണ്. അപ്പോൾ നിങ്ങളും ഷോറൂമിൽ പോകുമ്പോൾ ഒരു പല കാര്യങ്ങൾ പറയും, നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കും. പിന്നെ അവർ ആ ടോണൊക്കെ കേൾക്കുമ്പോൾ ഇന്നലെ പേടിച്ചു, കാരണം ഒന്നും ഇലക്ട്രിക് വണ്ടിയാണ്, കുറച്ച് വർഷം കഴിയുമ്പോൾ ബാറ്ററിയൊക്കെ ഇഷ്യൂ വന്നാൽ വാറണ്ടി ഒന്നും കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നം. അതുകൊണ്ടാണ് തീരെ ചെയ്യാൻ വേണ്ടി ഉള്ളത് തീരുമാനിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സർവീസ് കഴിഞ്ഞപ്പോൾ പഞ്ച് EVക്ക് ഉണ്ടായ ഒരു എക്സ്പെൻസും കാര്യങ്ങളും.